ഹലോ ഗൈസ്, നമ്മളിന്ന് പാൽക്കപ്പ തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. അപ്പോൾ നമുക്കിനി പാലാണ്, തേങ്ങാപ്പാലാണ് ഇതിന് പ്രധാനം. 1-ാം പാലും 2-ാം പാലും നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം. ഒരു തേങ്ങയുടെ പാലാണ്, ഒരു തേങ്ങ എടുത്താൽ മതി. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്. 1-ാം പാലും 2-ാം പാലും. ആമിയാണ് ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആമിക്ക് ഭയങ്കര സംശയം, എന്താ അമ്മായി 1-ാം പാല് 2-ാം പാല് എന്ന്. അപ്പോൾ ഞാൻ ആമിക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. വെള്ളം ചേർക്കാതെ അടിച്ച് കിട്ടുന്നത് 1-ാം പാലും, പിന്നെ 2-ാമത്തെ പ്രാവശ്യം വെള്ളം ചേർത്തിട്ട് അടിച്ച് കിട്ടുന്നത് 2-ാം പാലുമാണെന്ന്. ഇതാ അങ്ങനെ പാലൊക്കെ റെഡിയാക്കി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി, ഈ കപ്പയിൽ എനിക്ക് കാന്താരി മുളകാണ് കിട്ടേണ്ടത്, കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകും ചുവന്നുള്ളി ചതച്ചതും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് വേഗം വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതും നമുക്ക് 2-ാം പാല് കൂടെ ഒഴിച്ചിട്ട് നമുക്കതിനെ വേവിക്കണം. അപ്പോൾ ഇതിപ്പോൾ എത്രയാവണം, നമുക്ക് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമുക്കെപ്പോഴും ഇതിൽ നല്ലതാണ്. ആ ഗ്യാപ്പിൽ കുറച്ച് ദോശ കൂടെ ഒഴിച്ച് വെച്ചു, കുട്ടികളെല്ലാവരും ഉണ്ടെന്ന്. അപ്പോൾ നമുക്കത് 2-ാം പാലാണ്. നമ്മളാദ്യം 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാലിൽ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വെന്ത് സെറ്റാകുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ കടുക് തളിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. കടുകും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കറിവേപ്പിലയും വറ്റൽ മുളക് ഒരു 3-4 എണ്ണം, ഇതുപോലെ ചുവന്നുള്ളി ചതച്ച് വെച്ചതും ഉണ്ടായിരുന്നു. അതുകൂടി ഇടണം, ഇതിന് മെയിൻ അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണം വരും നമുക്ക് ഈ ചുവന്നുള്ളിയുടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ പാൽക്കപ്പയ്ക്ക്. അപ്പോൾ നമ്മളത് അത് സെറ്റായി വന്നതും നമുക്കിനി 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. നമുക്ക് അപ്പം തന്നെ ഈ കടുക് തളിച്ച് വെച്ചിരിക്കുന്നതിന് കൊട്ടിയിട്ട് നമുക്ക് ഇറക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെ കണ്ടോ, ഏകദേശം നല്ല സെറ്റായി വന്നില്ലേ. ഇതാ അതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിക്കുക. കുറച്ച് തെളിയായി പോയിട്ട് അതിൽ, എന്നാലും കുഴപ്പമില്ല, നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ 1-ാം പാൽ കൂടെ നമുക്കിതിൽ ആഡ് ചെയ്തു. 2 മിനിറ്റേ നമുക്കിത് വെക്കേണ്ടുള്ളൂ. ഒന്ന് മൂടുന്ന ആ ഒരു മൂടി വെച്ചിട്ടുള്ള ഒരു ഇത് മതി നമുക്ക് ഫ്ലേവർ. നമുക്കിതേ ആ കടുക് തളിച്ച് വെച്ചതും കൂടെ നമുക്കിതിൽ കൊട്ടി പരിപാടി കഴിഞ്ഞു മക്കളെ. പാൽക്കപ്പ റെഡി. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. അടുത്ത പരിപാടി നമുക്ക് കഴിക്കലാണ്. ഇതേ ആമി സ്റ്റാർട്ട് ചെയ്തു. ദോശയുടെ കൂടെയാണ് ആമിയുടെ ഇത്. എങ്ങനെയുണ്ട് ആമി? വാവ്, സൂപ്പർ എന്നാണ് ആമിയുടെ കമൻറ്റ്. അപ്പം ഞാൻ പിന്നെ കുറച്ച് ചോറെടുത്തിട്ട് ഞാനും ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. മക്കളെ, ഒരു രക്ഷയില്ല.